നമസ്കാരം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കി നമുക്കിടയ്ക്കെങ്കിലും പറയാൻ സാധിക്കണം, കാത്തിരിക്കാനാവണം, ക്ഷമയോടെ കാത്തിരിക്കാനാകണം. പേഷ്യൻസ് ഈസ് നോട്ട് അബൌട്ട് ഹൗ ലോങ് യു ക്യാൻ വെയിറ്റ്, ബട്ട് ഓൺ ഹൗ യു ബിഹേവ് വൈൽ വെയിറ്റിംഗ്. എത്ര കാത്തിരിക്കുന്നുവെന്നല്ല, എത്ര കുലീനമായി അത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. പ്രതീക്ഷയുടെ സൂര്യരശ്മികളേറ്റ് ആ പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ കാത്തിരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിജയമുണ്ടാവുക. നിരാശയുടെ കറുത്ത കൊത്തുകൾ വീണ് തളർന്നിരിക്കുവാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ക്ഷമയോടെ കാത്തിരുന്നാലേ ചിലതൊക്കെ നേടാൻ സാധിക്കുകയുള്ളൂ. ആ കാത്തിരിപ്പ് സഫലമാകും. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും ആത്മാർത്ഥതയോടെയുള്ള പരിശ്രമവുമാണ് ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇടയ്ക്കൊന്ന് വീണുപോയേക്കാം, തളർന്നു പോയേക്കാം, പക്ഷേ അവിടെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മെ നയിക്കണം. ചിലതൊന്നും അവിടെ അവസാനിച്ചിട്ടേയില്ല. പുതിയൊരു തുടക്കത്തിലേക്ക്, പുതിയൊരു കുതിപ്പിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ പ്രതീക്ഷയ്ക്ക് സാധിക്കും. പ്രത്യാശയുടെ രശ്മികളാൽ സമ്പന്നമാകട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും സന്തോഷമാകണമെന്നില്ല. നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ കൂടെയുള്ളവരുടെ ദുഃഖമാകണമെന്നില്ല. ജീവിതത്തിൽ സന്തോഷമായാലും ദുഃഖമായാലും ഇതൊക്കെ അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും അതിജീവിക്കേണ്ടതും നാം തന്നെയാണ്. ചിലതൊക്കെ നാം തന്നെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ്. തളർന്നിരിക്കുവാൻ ഒരുപാട് കാരണങ്ങളുള്ളപ്പോൾ വളരാനുള്ള ഒറ്റ കാരണം നമ്മുടെ ചില തീരുമാനങ്ങളാകാം, നാം കണ്ട സ്വപ്നങ്ങളാകാം, ലക്ഷ്യങ്ങളാകാം. അതെ, ജീവിതത്തിൽ തളർന്നിരിക്കാനായിട്ട് നമുക്ക് സമയമില്ല എന്ന ബോധ്യത്തിൽ നിന്ന് വളരുവാൻ ഒരുപാട് സമയമുണ്ട്, അതിനുവേണ്ട പരിശ്രമത്തിനായിട്ട് ഒരുപാട് സമയമുണ്ട് എന്ന തിരിച്ചറിവോടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. വീണുപോയേക്കാവുന്ന ഒരുപാട് സാധ്യതകളും അവസരങ്ങളും മുന്നിലുണ്ടായേക്കാം. അപ്പോഴൊന്നും നാം തളർന്നു പോകരുത്. വീണുപോയേക്കാം, പക്ഷേ അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ആ ശ്രമം ഒരു വട്ടം പാളിപ്പോയാലും പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ നാം എഴുന്നേറ്റ് നിൽക്കും, നാം നമ്മുടെ ചുവടുകൾ വയ്ക്കും. ആ ചുവടുകൾ മുന്നോട്ട് തന്നെ ആയിരിക്കും. കാരണം നാം വീണുപോയാൽ ചുറ്റും കേൾക്കുന്നത് ചിലപ്പോൾ പൊട്ടിച്ചിരികളും അലർച്ചകളുമായിരിക്കും. നാം സന്തോഷിച്ചാൽ ചുറ്റും കേൾക്കുന്നത് കരച്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയവും നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവുമൊക്കെ നമ്മുടേത് മാത്രമാണ്. അത് നേടേണ്ടതും അത് ആസ്വദിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ആയതിനാൽ യാത്ര മുന്നോട്ട് തന്നെ ആകട്ടെ. നമുക്ക് സ്വപ്നം കാണാം. നമ്മുടെ ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ പ്രയാണം തുടരാം. നമുക്ക് ഓരോ ദിനവും ദാനമായി നമുക്ക് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിനത്തിന് മനോഹരമായ ചില നിറങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കണം. ഈ ദിവസം മുഴുവൻ നമ്മുടേതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ, മിനിറ്റുകൾ, നിമിഷങ്ങൾ, അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദിനത്തെ ഏറെ സുന്ദരമാക്കി മാറ്റാം. നമുക്ക് പുഞ്ചിരിയെ നമ്മുടെ മുഖത്തോട് ചേർത്ത് നിർത്താം. സംസാരങ്ങളിലെ ലാളിത്യവും സുന്ദരമായ വാക്കുകളും ആശ്വാസവും കരുതലുമേകുന്ന വാക്കുകളുമൊക്കെ മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകാം. ഒപ്പം നാം ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ പൂർണ്ണതയിൽ എന്തെങ്കിലുമൊക്കെ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹാനുഭവങ്ങളാൽ സമ്പന്നമാകട്ടെ ഈ ദിനം. ചില അനുഭവങ്ങൾ നാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരുക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതാകട്ടെ. മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് പകരം മുറിവുണക്കുന്ന വാക്കുകളാകട്ടെ നമ്മുടെ അധരത്തിൽ നിന്നും മറ്റുള്ളവരുടെ കാതുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഏറെ സുന്ദരമാണ് ഈ ദിനം. അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ
ഈ ദിനത്തെ ആസ്വദിക്കാൻ നമുക്ക്. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. നേരുന്നു ശുഭദിനം.